ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, അപ്പോൾ നമ്മൾ കുറേ നോമ്പിന് ശേഷം നമ്മൾ കുറേ ഇങ്ങനെ വിചാരിക്കുന്നു ഒരു ഫുൾ കോയിൻ അങ്ങ് പൊരിച്ചിട്ട് അങ്ങ് കഴിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കോയിൻ അങ്ങ് മുയ്യനാക്കിയിട്ട് അങ്ങ് മേടിച്ചു. ഇവളെന്താ പെരുത്തിയാണോ മേടിക്കുന്നത്? അങ്ങനെയല്ല കേട്ടോ. സാധാരണ നമ്മൾ കറീൻ്റെ പീസ് അല്ലെങ്കിൽ ബിരിയാണീൻ്റെ പീസായിട്ട് അവിടെ തന്നെ കട്ട് ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ ഇക്കാക്കനോട് പറഞ്ഞു അത് കട്ട് ചെയ്യാമെന്ന് പറയണ്ട, നമുക്ക് അതിന് ഫുള്ളായിട്ട് അങ്ങ് മുയ്യനങ്ങ് പൊരിച്ചെടുക്കാൻ മതി. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല മസാലയൊക്കെ ഉള്ളിലൊക്കെ മസാലയൊക്കെ നിറച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നമ്മൾ വെറും സിമ്പിളായിട്ടാണ്, പക്ഷേ എങ്കിൽ അന്ന് ഉണ്ടാക്കിയതിനെക്കാട്ടി ഏറ്റവും നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു മസാല. വെറും മസാല മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതിനുള്ളിലൊന്നും നമ്മൾ ഫില്ലിങ് നിറച്ചിട്ടില്ല. അപ്പോൾ അന്ന് ഉണ്ടാക്കിയ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര മസാലയൊക്കെ നിറച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ആ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, കുറച്ച് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ബിരിയാണിക്കൊക്കെ പേസ്റ്റ് ആക്കി എടുക്കുന്ന മാതിരി അതേപോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതും കൂടിയാണ് ഇതിൻ്റെ മസാല എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ മസാല പൊടിക്കുന്നവരെ കുറച്ച് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ മസാലയ്ക്ക് പിടിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ കുക്കറിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ കുക്കറിലേക്ക് കണക്കാണ്. അപ്പോൾ എന്താ പറയുക, ഇതിനെ നമുക്ക് റെഡിക്ക് കിടത്തി കൊടുക്കാം. ഈ കുക്കറിൽ ഒരു വിസിൽ അങ്ങനെ ഇടുന്നാൽ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതാ കണ്ടോ, വെന്ത് നല്ലോണം വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അതിനോട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ വാർന്നെത്തിയിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ടുപിടിക്കാം. എന്തായാലും കാണാൻ ഇതിൻ്റെ മസാല നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു. കഴിക്കാൻ അടിപൊളി തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ മസാല എന്താ പറയുക ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു. ഇത് നമ്മൾ പറ്റി കൊടുക്കുമ്പോഴേ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിത് ഉണ്ടാക്കുമ്പോൾ വലിയ ഒരു പണിയും തോന്നില്ല, പക്ഷേ ഇതിനെ തിരിച്ചിട്ടെടുക്കലാന്ന് തോന്നി ഇതിൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ മല്ലടത്തേക്ക് എടുത്തിട്ടും ചേരിനെ എടുത്തിട്ടും ചേച്ചിട്ടും മറിച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഇതെന്ത് ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകും ഇതുപോലെ മുറിച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ മുകളിലായിട്ടെന്നല്ല, ഇതിൻ്റെ സൈഡിലേക്ക് ഇതേപോലെ ഇതാക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചൂട് തട്ടിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നല്ലൊരു ഒരു സ്ട്രൈക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിച്ചപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ കൂടെ നെയ്ച്ചോറും മയോണൈസും പിന്നെ അച്ചാറും പിന്നെ നമ്മളിതാ ഈ ചിക്കനും ഇങ്ങനെ ഒരു പിടി പിടിച്ച അയ്യാ മുള്ളേ. അപ്പോൾ നല്ലൊരു വീഡിയോ എല്ലാവർക്കും ബൈ.